സിയോൻ സഞ്ചാരി ഞാൻ യേശുവേ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവേ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. നമ്മെ ദൈവം അവന്റെ ജനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു, ദേശത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗം. അത് പുറമേയുള്ള ജനങ്ങൾ, അവരോട് നമ്മൾ കാവൽക്കാരാണ്, അതിന് സംശയമില്ല. എന്നാൽ യെഹെസ്കേൽ പ്രവചനത്തിൽ പുറമേയുള്ള ആളുകളോട് എന്നതിനേക്കാൾ ഉപരിയായി ഇസ്രായേൽ ജനതയുടെ കാവൽക്കാരനാക്കി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെറ്റ് സഭയ്ക്ക് പുറത്തൊരാൾ ചെയ്താലും സഭയ്ക്കകത്ത് ചെയ്താലും അത് തെറ്റാണ്. പാപം ആര് ചെയ്താലും അത് പാപമാണ്. എന്നാൽ അതേപോലെ തന്നെ ആര് മടങ്ങി വന്നാലും കർത്താവ് അംഗീകരിക്കാൻ തയ്യാറാണ്. സഭയ്ക്ക് പുറത്തുള്ള ഒരു പാപി മടങ്ങി വന്നാൽ കർത്താവ് തീർച്ചയായിട്ടും അവനെ കൈക്കൊള്ളും. ഇനി സഭയ്ക്കകത്തുള്ള ഒരു വിശ്വാസി പാപം ചെയ്തിട്ട് മടങ്ങി വരാൻ ആഗ്രഹിച്ചാൽ അവനെയും ദൈവം കൈക്കൊള്ളും. മത്സരികളായ ഈ ജനത്തോട് ദൈവത്തിന്റെ ആ ദൈവമാക്കി വെക്കുന്ന കാവൽക്കാരൻ അവരോട് ചെന്നിട്ട് പറയേണ്ട ദൂത് ഞാൻ പറഞ്ഞല്ലോ, മുന്നറിയിപ്പിന്റെ ദൂതാണ്. ഇപ്പൊ കാഹളം ഊതുന്നത് മറ്റൊന്നിനുമല്ല, എന്തിനു വേണ്ടിയാണ്? മുന്നറിയിപ്പ് കൊടുക്കാനാണ്. എന്താണ് മുന്നറിയിപ്പ്? നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ നിങ്ങളെ വാൾ നശിപ്പിച്ചു കളയും. ഈ വാൾ ആര് കൊണ്ടുവരുന്നതാണ്? യഹോവ തന്നെ കൊണ്ടുവരുന്നതാണ്. എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇവനെ കൊല്ലാൻ വേണ്ടി അല്ലെന്ന് കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദം ഇല്ല. അവൻ മനം തിരിഞ്ഞ് രക്ഷപ്പെടണം, ജീവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. എന്നാൽ ഈ കാവൽ ചെയ്യുന്നതായ സമയത്ത് വ്യത്യസ്തമായ ചില സാഹചര്യങ്ങൾ നമ്മൾ യെഹെസ്കേൽ പ്രവചനം 33 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. അവിടെ പറയുന്ന യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയും. എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. പല സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ, അതാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വാൾ വരുന്നത് കാവൽക്കാരൻ കണ്ടു. അവൻ കാഹളമൂതിയിട്ടും ഒരാൾ കരുതിയില്ല. അവന്റെ നേരെ വാൾ വന്നു, അവനെ നശിപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? ഈ കേട്ട വ്യക്തി, ഇവൻ കാഹളമൂതിയിട്ട്, അവിടെ എഴുതിയിരിക്കുന്നത് കരുതിക്കൊള്ളാതെ എന്ന, അല്ലാതെ കേൾക്കാതെ എന്നല്ല. അതിന്റെ അർത്ഥം എന്താ? ഇവൻ കാഹളമൂതുന്നത് കേട്ടു, കേട്ടിട്ടും അവൻ ശ്രദ്ധിച്ചില്ല. സാഹചര്യം പലതാണ്. ഓരോ സാഹചര്യവും നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ്. അടുത്ത സാഹചര്യം വേറെയാണ്. അടുത്ത സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് 6-ാമത്തെ വാക്യത്തിൽ, എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ, അടുത്ത സാഹചര്യം വേറെയാ. അടുത്ത സാഹചര്യം വാൾ ഊതിയില്ല, അവന്റെ അകൃത്യം നിമിത്തം അവൻ ഛേദിക്കപ്പെട്ടുപോയി, എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അപ്പൊ ഡിഫറന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ, കാവൽക്കാരൻ വാൾ കണ്ടു, കാഹളമൂതിയിട്ടും ഒരാൾ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? പല കാരണമുണ്ടാകാം. ഇതൊക്കെ ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. ഇത് കാഹളമല്ലല്ലോ. ഇന്നും ദൈവം മുന്നറിയിപ്പ് കൊടുക്കാൻ ഒരു പ്രവാചകനോട് ആവശ്യപ്പെട്ടിട്ട് ആ പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ, കൊടുക്കുന്ന പ്രവാചകൻ കുറവാണ്, പക്ഷെ കൊടുത്തിട്ടും അത് കേട്ടിട്ടും അതറിഞ്ഞിട്ടും അവൻ അത് കണ്ടില്ല, അല്ലെങ്കിൽ അത് കൈക്കൊണ്ടില്ല. ഒരു പക്ഷേ ഇഗ്നറൻസ് കൊണ്ടാകാം. അവന് കേട്ടു, പക്ഷെ എന്താന്നുള്ളത് മനസ്സിലായി കാണില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷെ അവന് മനസ്സിലായില്ല എന്ന് പറയുന്നത് ഒരു ആശ്വാസമല്ല. ഇഗ്നറൻസ് ഈസ് നോട്ട് ഓൾവേസ് ഫോർഗിവൺ എന്ന് സാധാരണ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്. ഇഗ്നറൻസ് എപ്പോഴും ക്ഷമിക്കപ്പെടുകയായിരുന്നു. ബന്ധിന്റെ നാളിൽ ഞാൻ വണ്ടി ഓടിച്ചു പോയി കാറിനാരെങ്കിലും കല്ലെറിഞ്ഞാൽ
ബന്ധാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് വെച്ചുകൊണ്ട് കല്ല് കൊന്ന് കാറെ കൊണ്ടാൽ പൊട്ടാതിരിക്കത്തൊന്നുമില്ല. ഇന്ന് ബന്ധാണെന്നുള്ളത് ഞാൻ അറിയണമായിരുന്നു. അതിനുവേണ്ടി ഒരു പക്ഷേ പത്രങ്ങളിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ടി വിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് സത്യമായിരിക്കും. അല്ലെങ്കിൽ ബന്ധിനെ കുറിച്ച് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. ബന്ധു വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കല്ലെറിയുമെന്ന് ഏതെങ്കിലും ബന്ധിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ബന്ധുനാളാണ് അന്ന് കല്ലെറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ ഇഗ്നറൻസ് ഈസ് നോട്ട് ഓൾവേസ് ഫോർഗിവൺ. ഇവൻ ഒരു പക്ഷേ ഇഗ്നറൻസ് കൊണ്ടായിരിക്കാം, പക്ഷേ ഇഗ്നറൻസ് കൊണ്ട് ആകാനുള്ള, അതായത് അജ്ഞത കൊണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ്. കാരണം അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ എന്ത് ചെയ്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ കൈക്കൊള്ളാതെ, കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ, അവൻ കരുതിക്കൊണ്ടില്ല എന്നുള്ളതാണ്. കരുതിക്കൊള്ളാതെ ഇരുന്നാൽ, എന്തുകൊണ്ട് കരുതിക്കൊണ്ടില്ല? ഇഗ്നറൻസ് അല്ലെങ്കിൽ പിന്നെ ഉള്ള സാധ്യത അവന്റെ അവിശ്വാസമാണ്. ഓ, എന്തോന്ന് കാഹളം, അയക്ക് വേറെ പണിയൊന്നുമില്ലാതെ അയാളൊരു പാട്ട് പാടിയതായിരിക്കും, നമ്മളെ ഒന്നും ഓർമ്മപ്പെടുത്താനൊന്നുമില്ല. മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ രാത്രി വാള് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കിടന്ന് അലയ്ക്കും. ന്യായവിധി വരുന്നത്. എവിടുന്ന് ന്യായവിധി വരാൻ? പലപ്പോഴും സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ ആളുകളുടെ ചിന്ത ഇയാൾ ചുമ്മാ കിടന്ന് അലയ്ക്കുകയാണെന്ന്. ഇല്ലേ? സഭയിലും ഒരാളെ ഉത്ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരാളെ റിപ്രൂവ് ചെയ്യാൻ പരിശ്രമിച്ചാൽ, ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ പിള്ളേരോട് ആരോടെങ്കിലും നമ്മൾ മുന്നറിയിപ്പ് കൊടുത്താൽ, അയാൾ പ്രായമുള്ള ആളാണെന്നേ കിളവൻ എന്നാ പലപ്പോഴും ചിന്തിക്കുന്നത്. അത് ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. ഇത് സംഭവിക്കുമെന്നുള്ളത് പറയുമ്പോൾ, മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അതനുസരിക്കാനായിട്ട് തയ്യാറല്ല. അതല്ലെങ്കിൽ ഒരു മത്സരമായിരിക്കാം. പിന്നെ അയാളാരാ പറയാൻ? വാള് വരുന്നെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഞാൻ ഓരോ സാഹചര്യം പറഞ്ഞതാണ്. വാള് വരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അതിന് അയാളെന്തിനാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാളോട് പറഞ്ഞോ? ഞാൻ അയാളോട് പറഞ്ഞില്ലല്ലോ എനിക്ക് വാള് വരുമ്പോൾ എന്നെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് എന്നോടങ്ങ് പ്രസംഗിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പിന്നെ അത് കേട്ടിട്ട് സീരിയസ് അല്ലാതിരിക്കുന്ന ആളുകളുണ്ട്. ഓ, വരുന്നെങ്കിൽ വരട്ടെന്നേ, അത് വരുമ്പം നമുക്ക് കാണാം. സംഭവിച്ച ഒരു കഥ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഒരു ചെറുക്കൻ ഭയങ്കര തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ഒരു ചെറുക്കൻ, അവനോട് എപ്പോഴും പാസ്റ്റർ എന്നിട്ട് പറയും, മോനെ നീ രക്ഷിക്കപ്പെടണം, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല, എടാ കർത്താവിന്റെ വരവാണോ നിന്റെ മരണമാണോ? കൊച്ചു ചെറുക്കനോട്. അപ്പൊ ചെറുക്കന്റെ ചിന്ത, പിന്നെ ഇയാൾ വന്ന് 20 വയസ്സുള്ള എന്നോട് കണ്ടില്ലേ മരിക്കാൻ പോവാന്ന്. അത് ഒരു ഓടായിട്ടായിരിക്കും അവന് തോന്നുന്നത്. കല്യാണ വീട്ടിൽ ചെന്ന ഒരാൾ മരണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഓടായിട്ടല്ല തോന്നുന്നത്. ചെറുപ്പക്കാർ പിള്ളേരോടല്ലോ മരണത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചിന്തിക്കും, ഇയാൾ ആരോടെ ഈ സംസാരിക്കുന്നത്? ഈ ചെറുക്കൻ ഈ പാസ്റ്റർ വന്ന് പറഞ്ഞപ്പോഴൊക്കെ പാസ്റ്ററെ കളിയാക്കി, ചുമ്മാ ഇടി പാസ്റ്ററെ, അങ്ങനെയൊന്നും പെട്ടെന്ന് ആരും മരിക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ചാലും ഏറ്റവും കുറഞ്ഞത് 2 അരമണിക്കൂറെങ്കിലും എനിക്ക് കിട്ടാതിരിക്കത്തില്ല. അപ്പൊ ആ അരമണിക്കൂറിനകം ഞാൻ എന്ത് ചെയ്തോളാം? പെട്ടെന്ന് എന്റെ പാവമെല്ലാം അങ്ങ് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ടോളാം. ചുമ്മാ വെറുതെ വഴക്കൊന്നും ഉണ്ടാകണ്ട. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇതിനെ സില്ലിയായിട്ടെടുത്ത ഈ ചെറുക്കൻ, നടന്ന സംഭവമാണ്, ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഇവൻ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിപ്പോയി. തലപൊട്ടി, സർജറി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കട്ടിലിൽ കിടപ്പ. അപ്പൊ ഈ പാസ്റ്റർ പിന്നെയും ചെന്നു, മോനെ ഇപ്പോഴെങ്കിലും നീ കർത്താവിനോട് പാപമേറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിക്കണം. ഇവൻ പറഞ്ഞെന്നറിയാമോ? ഇല്ല പാസ്റ്ററെ, അത് നടക്കത്തില്ല. അതെന്താ മോനെ? എന്റെ പാപം കർത്താവ് ക്ഷമിക്കത്തില്ല. ഇല്ല മോനെ, ലോകത്തിൽ ആരുടെയും പാപം കർത്താവ് ക്ഷമിക്കും. ആരുടെ പാപവും ക്ഷമിക്കുമായിരിക്കും, പക്ഷെ എന്റെ പാപം ക്ഷമിക്കത്തില്ല. 2 അരമണിക്കൂറല്ല, മണിക്കൂറുകളല്ല, 2 വർഷം അവൻ ആ കട്ടിലിൽ കിടന്നു. പല പ്രാവശ്യം ഈ പാസ്റ്റർ വന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ പാപമേറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കും. അവൻ പറഞ്ഞില്ല, എന്റെ പാപം കർത്താവ് ക്ഷമിക്കത്തില്ല. കർത്താവ് പാപം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കാനുള്ള ഇവന്റെ എബിലിറ്റി നഷ്ടപ്പെട്ടു പോയി. 2 വർഷം ആ കട്ടിലിൽ കിടന്നതിന് ശേഷം പാപം ഏറ്റു പറയാൻ കഴിയാത്തവനായി അവൻ മരിച്ചുപോയി. വാള് വന്നു കഴിയുമ്പോൾ
വാളെന്താ ഇവിടെ? ദിസ് ഇസ് വാർണിംഗ്. വാർണിംഗ് കിട്ടുമ്പോൾ ഒരു വ്യക്തി, ഒരാൾ എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഞാൻ പ്രസംഗിച്ച് നടക്കുന്ന ആൾ, അയാളാരാ എന്നോട് സംസാരിക്കാൻ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഏതൊരു കുഞ്ഞു വ്യക്തിക്കും, from all my heart I say, even if a 5-year-old boy points out a sin in my life, I am ready to accept it. 5 വയസ്സുള്ള ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു പാപത്തെയോ മറ്റോ എന്നോട് പറഞ്ഞാൽ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ ചെറുക്കനാരാ എന്നോട് പറയാനെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. കാര്യം അത് വാർണിംഗ് ആണ്. അപ്പൊ ഈ വാർണിംഗ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. അതിനെ അവഗണിക്കുന്നത് ഇഗ്നറൻസ് കൊണ്ടാണോ, അവിശ്വാസം കൊണ്ടാണോ, മത്സരം കൊണ്ടാണോ, സീരിയസ് അല്ലാത്തത് കൊണ്ടാണോ, ഇതൊന്നും വിഷയമല്ല. എന്ത് കാരണം കൊണ്ട് ഇതിനെ നിഷേധിച്ചാലും ഈ മുന്നറിയിപ്പിനെ നിഷേധിക്കുന്നവന് മരണമാണ്, അല്ലെങ്കിൽ നിത്യ നരകമാണ് അവന് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പറ്റില്ല. പലപ്പോഴും പറ്റുന്ന ഒരു വലിയ പ്രശ്നമാണ്, നമുക്ക് ഏതെങ്കിലും നിലയിൽ സഭയിലെ മൂപ്പനോ പാസ്റ്ററോ സെൻട്രൽ പാസ്റ്ററോ ആരും ആയിക്കോട്ടെ, പിന്നെ അവരെ തിരുത്താനായിട്ട് ആർക്കും പറ്റാതെ വരുന്നു. വലിയ അപകടകരമായ ഒരു സാഹചര്യമാണത്. അവിടെ മത്സരം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ കാവൽക്കാരൻ മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതിനെ അവഗണിക്കുന്നതായ ഒരു വ്യക്തി വാൾ കൊണ്ട് മരിച്ചാൽ അതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ഈ മരിക്കുന്നവന് തന്നെയാണ്, അല്ലാതെ വേറെ ആർക്കുമല്ല. ഇനി ഒരു കാര്യങ്ങളുണ്ട്. ചില സമയത്ത് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം ഒരു സെൽഫ് റൈച്ചസ്നെസ് ആണ്, സ്വയനീതി. എനിക്കിതൊന്നും വരത്തില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ എന്റെ ദൈവം എനിക്കൊരു ദോഷവും വരുത്തത്തില്ല. ശരിയാ, ദൈവം ദോഷം വരുത്തത്തില്ല, പക്ഷെ പാപം ചെയ്താൽ ദൈവം ശിക്ഷിക്കും. എന്റെ ദൈവം എനിക്കൊരു ദോഷവും വരുത്തത്തില്ല എന്നുള്ളത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, നിന്റെ പ്രവൃത്തിയൂടെ നീ ഒന്ന് നോക്കണം. ഓ ഞാൻ എന്തോ തെറ്റാ ചെയ്യുന്നത്. പലപ്പോഴും ആളുകളുടെ ചിന്ത അവര് റൈച്ചസ് ആണെന്നാ. ഞാൻ ആർക്കും ഗുണവും ചെയ്യുന്നില്ല, ദോഷവും ചെയ്യുന്നില്ല, അത്രയും മതിയല്ല പാപം ചെയ്യാൻ. ഞാൻ ആർക്കും ഗുണത്തിനും പോകുന്നില്ല, ദോഷത്തിനും പോകുന്നില്ല. ചിലർ പറയുന്നതാണ്, എന്റെ ബ്രദറെ ഞാൻ ആർക്കും ഗുണത്തിനും പോകുന്നില്ല, ദോഷത്തിനും പോകുന്നില്ല, അത് തന്നെ പാപം. അങ്ങനത്തെ സെൽഫ് റൈച്ചസ് ആയതുകൊണ്ടായിരിക്കാം ദൈവത്തിന്റെ വാൾ എന്നെ സ്പർശിക്കത്തില്ലെന്ന് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒരാൾ ഒരു വ്യാജ ആരോപണം എന്റെ മേലെ ആരോപിച്ചാൽ പോലും ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഒരുപക്ഷെ അതൊരു വ്യാജ ആരോപണമായിക്കോട്ടെ, ഞാൻ സ്വയപരിശോധനയ്ക്ക് തയ്യാറാകണം. എന്നിൽ അസൂയ ബാക്കി കിടപ്പുണ്ടോ? എന്നിൽ പക ബാക്കി കിടപ്പുണ്ടോ? എന്നിൽ പിണക്കം ബാക്കി കിടപ്പുണ്ടോ? ആര് പറയുന്നെന്നുള്ളതല്ല, എപ്പോഴും ഒരു സ്വയപരിശോധനയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അവിടെ വാൾ വന്ന് ഛേദിച്ചു കഴിഞ്ഞപ്പോൾ കുറ്റം കാവൽക്കാരൻ്റെതല്ല, കുറ്റം അവന്റേതാണ്. അവന്റെ അകൃത്യത്തിൽ നമ്മൾ യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ ഇതിന് സമാനമായ സാഹചര്യം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അതാണ് വാസ്തവത്തിൽ 2-ാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് വരാം. അവിടെ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അപ്പൊ ദുഷ്ടൻ മരിച്ചത് അവന്റെ അകൃത്യത്തിലാണ്. കാവൽക്കാരനല്ല വാൾ വരുത്തിയത്. വാൾ വരുത്തിയത് ആരാണ്? ദൈവമാണ്. കാവൽക്കാരൻ എന്ത് മാത്രമേ നൽകിയുള്ളൂ? മുന്നറിയിപ്പ് നൽകി എന്നുള്ളതേ ഉള്ളൂ. മുന്നറിയിപ്പ് നൽകി. സിയോൻ സഞ്ചാരി ഞാൻ യേശുവേ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവേ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണത് ഞാൻ നടന്നത്,
മോക്ഷയാത്രയാണിത് ഞാൻ നടന്നത്. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും.